ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നുണ്ടല്ലോ നമ്മൾ പാറത്തോട് മേഴ്സി ചേച്ചിയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. കിഴക്കേക്കര മേഴ്സി ചേച്ചിയുടെ വീട്ടുപേരാണ് കേട്ടോ. ഹായ്, എന്താ കഥ? നമ്മളൊക്കെ ഉണ്ടല്ലോ തണുത്ത കഞ്ഞിയുടെ കൂടെ തൈര്, കാന്താരിയൊക്കെ, ഉള്ളിയൊക്കെ ഇങ്ങനെ അങ്ങ് പൊട്ടിച്ചിട്ട് ഈ മേഴ്സി ചേച്ചിയുടെ ഒരു അച്ചാറും കൂടെ കൂട്ടി അങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ട. അത്രമാത്രം നല്ല അച്ചാറാണ് ഇവിടെ മേഴ്സി ചേച്ചി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്തെല്ലാം ഐറ്റംസാണ് അച്ചാറുണ്ടാക്കിയേക്കുന്നത് നമുക്ക് മേഴ്സി ചേച്ചിയോട് തന്നെ ചോദിച്ചറിയാം. അപ്പോൾ നമുക്ക് മേഴ്സി ചേച്ചിയോട് ചോദിക്കാം കേട്ടോ കാര്യങ്ങളൊക്കെ. അപ്പോൾ മേഴ്സി ചേച്ചി പറഞ്ഞേ, എത്ര ഐറ്റംസ് അച്ചാറുകളൊക്കെയാണ് ഉണ്ടാക്കുന്നത്? ഞാൻ അച്ചാറുകൾ ഉണ്ടാക്കുന്നേ കേരമീൻ ഉണ്ടാക്കുന്നുണ്ട്, ഓലക്കൊടിയൻ ഉണ്ടാക്കുന്നുണ്ട്, ചെമ്മീനുണ്ട്, ഞണ്ടുണ്ട്. ഇപ്പൊ പ്രധാനമായിട്ട് മുട്ടയച്ചാറ്. മുട്ടയച്ചാർ ഉണ്ടാക്കിയിട്ട് ആൾക്കാർ ചോദിക്കുന്നു ഇത് ചേച്ചി മുട്ടയച്ചാറോ? ഞാൻ പറഞ്ഞത് മുട്ടയച്ചാറ്. ഇത് സൂപ്പർ സാധനമാണ്. ഇവിടെ 3-4 കടകളിൽ ഹോട്ടലിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മള് 3-4 ഈ ഓർഡർ പറഞ്ഞ് വണ്ടിക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ പിന്നെ കമ്പിളികണ്ഠൻ ചായക്കട ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ റോസപ്പൂവിന്റെ ഉപ്പിലിടുന്നത്, റോസപ്പൂ ഉപ്പിലിടുന്നത് കേട്ടോ. റോസപ്പൂ എന്നൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. അത് അച്ചാറുണ്ടാക്കുക എന്നുള്ളത് പിള്ളേർക്കൊക്കെ വിളർച്ച വരില്ലേ, അതിനൊക്കെ സൂപ്പർ സാധനമാണ്. നമ്മൾ ഈ കെമിക്കൽ മേടിച്ചൊന്നും കൊടുക്കണ്ട. പിന്നെ മുരിങ്ങയില അച്ചാറുണ്ടാക്കാം. പിന്നെ അതുപോലെ തന്നെ ഉപ്പിലിടാം. അതൊക്കെ പിള്ളേർക്ക് സൂപ്പർ സാധനമാണ്. പിന്നെ ക്യാരറ്റ് കൊണ്ടുള്ള ക്യാൻഡി ഉണ്ടാക്കുന്നുണ്ട്, ബ്ലഡ് ഉണ്ടാക്കാനായിട്ട്. പിന്നെ ലേഗ്യങ്ങളുണ്ട്. ലേഗ്യങ്ങള് നമ്മള് തെങ്ങും പൂക്കല, പ്രസവക്കാർക്കൊക്കെ, നടുവേനക്കാർക്ക് തെങ്ങും പൂക്കല ലേഗ്യമുണ്ട് നടുവേനയ്ക്ക്. പിന്നെ നമ്മൾ ഉലുവാലേഗ്യമുണ്ട്. പിന്നെ ഉള്ളിലേഗ്യം മെയിനായിട്ടുണ്ട്. ഉള്ളിലേഗ്യം പിന്നെ അയമോദക ലേഗ്യം, ഇങ്ങനെ എല്ലാ ഐറ്റങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഈ അച്ചാറെന്ന് പറഞ്ഞാൽ 80 കൂട്ടം അച്ചാറുകൾ, 80 കൂട്ടം അച്ചാറുണ്ടാക്കുന്ന മേഴ്സി ചേച്ചിയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. നമുക്കൊക്കെ ഓരോ അച്ചാറുണ്ടാക്കാൻ എന്റെ പൊന്നോ ഒരു ദിവസം മൊത്തം വേണം. ചേച്ചി എത്ര സമയം എടുക്കും ഈ ഒരു ഐറ്റം? ഇപ്പൊ ഈ പറഞ്ഞാൽ ഞാൻ മിൽമേലെ ഒരു സ്റ്റാഫാണ്. രാവിലെ ഞാൻ 4 മണിക്ക് കേൾക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ മിൽമേ രാവിലെ 7:30 ആകുമ്പോൾ പോവും, 10 മണിയാകുമ്പം വരും. തിരിച്ചു വന്നിട്ട് ഒരു ദിവസം അച്ചാറിന്റെ പരിപാടികളെല്ലാം ചെയ്യും. പിന്നെ കൃഷികളെല്ലാം ഐറ്റം ഉണ്ട്. പിന്നെ കൃഷികൾ പച്ചക്കറി, കപ്പ, പിന്നെ ആഫ്രിക്കൻ കപ്പ. അതിനിപ്പം 310 പേർക്ക് അയച്ചു കൊടുത്തു. ഇന്നിപ്പം 20 പേർക്കുള്ള ഓർഡർ എഴുതി വെച്ച് നാളെ അയക്കാൻ വേണ്ടി. പിന്നെ ഇതുപോലെ തന്നെ ബാംഗ്ലൂര് ഒരു കമ്പനി ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നാളെ ഒരു 30 കൂട്ടം അച്ചാർ അവർക്ക് കൊടുക്കണം, സാമ്പിൾ കൊടുക്കണം. അപ്പൊ ഞാൻ 2018 പ്രളയത്തിൽ മണ്ണിന്റെ അടി പോയതാണ്. പ്രളയത്തിൽ മണ്ണിന്റെ അടി പോയിട്ട് ഞാൻ അത് ഈ പള്ളിയുടെ അതിരായിരുന്നു, ഈ പാറത്തോട് പള്ളിയുടെ അതിലായിരുന്നു ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പം അയൽവക്കംകാർ നോക്കി കഴിഞ്ഞപ്പം എൻ്റെ വീടില്ല. അത് കഴിഞ്ഞപ്പോൾ നോക്കി പറഞ്ഞു മേഴ്സി ചേച്ചിയുടെ വീട് പോയെന്നും പറഞ്ഞുകൊണ്ട് അവർ കാർക്ക് പോയി വന്നു കഴിഞ്ഞപ്പം ഞാൻ എവിടെയാണ് കിടക്കുന്നതെന്ന് അവർക്കറിയായിരുന്നു. എൻ്റെ മോൻ എറണാകുളത്ത് വണ്ടി ഓടിക്കുമായിരുന്നു. അപ്പം ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാത്രി 10 മണി സമയമായി. അത് കഴിഞ്ഞപ്പോഴത്തേനും അവർ നോക്കിയപ്പം എൻ്റെ വീട് പോയി. അപ്പോൾ ഇന്നടുത്താണ് കിടക്കുന്നതെന്ന് അവർക്കറിയായിരുന്നു. അവർ വന്ന് മാന്തി നോക്കിയപ്പോൾ എൻ്റെ കാല് കണ്ടു. 1.5 മണിക്കൂർ കൊണ്ട് അവർ മാന്തി എടുത്ത് എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ആശുപത്രി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ബോധം വീണു. പിന്നെ 12 ദിവസം ഞാൻ ആശുപത്രി കിടന്നു. പിന്നെ 8 മാസമായിട്ടും സർക്കാർ ഒന്നും പറഞ്ഞാൽ ഈ സിറ്റിയിലെ കുന്നത്തൂരാൻ്റെ ആ കെട്ടിടത്തിൽ വാടകയ്ക്ക് 2 വർഷം താമസിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു സ്ഥലവും പെരയും പോയവർക്ക് കോളനി തരുന്നതെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് കോളനി കിടക്കാൻ പറ്റില്ലാത്ത കാരണം നമുക്ക് 4 സെൻറ്റ് സ്ഥലം മേടിച്ച്, പിന്നെ എല്ലാവരുടെയും പരിശ്രമം കൊണ്ട്, പിന്നെ ലോണുണ്ട്, ഇവർക്കൊക്കെ ലോൺ എടുത്ത് നമ്മൾ ഇത്രയും ഒരു കുഞ്ഞു വീട് പണിതു. പിന്നെ ഞാനിതേ തുടർന്ന് അച്ചാറിൻ്റെ പരിപാടി പിന്നെ അങ്ങ് തുടങ്ങി, കൃഷിയിലേക്ക് പിന്നെ അങ്ങ് തുടങ്ങി. ശരീരം മൊത്തം വേദനയാണ്. എന്നാലും 4 വേദനയുടെ ഗുളിക കഴിച്ചുകൊണ്ട് നമ്മൾ ഇതിനോട് പുറകോട്ട് പോകുന്നില്ല, മുന്നോട്ട് തന്നെ പോകുന്നു. നമുക്ക് ഇഷ്ടം പോലെ ഓർഡറുകൾ വരുന്നുണ്ട്. ജർമ്മനിയിൽ നിന്നൊരു അങ്കിളെന്ന് പറഞ്ഞ ഒരു അങ്കിള് പറഞ്ഞു എൻ്റെ മറ്റേ അക്കൗണ്ട് നമ്പർ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് പ്രോത്സാഹനമായിട്ട് എനിക്ക് ഇന്നലെ 10,000 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് വന്നു. എൻ്റെ മോൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞ് അവർക്ക് തന്നെ 20 കൂട്ടം അച്ചാർ സാമ്പിളിന് നാളെ കൊടുക്കുന്നുണ്ട്. അവർക്ക് അച്ചാർ കൊടുക്കാനായിട്ട്. അത് ചുമ്മാ തന്ന പൈസയാ. അപ്പോൾ അച്ചാറിന് വേറെ. അപ്പം മരണത്തിൻ്റെ വക്കിൽ നിന്ന് മേഴ്സി ചേച്ചി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതാണ് പ്രളയത്തിൽ.
പ്രളയത്തിൽ മരിച്ചു പോകേണ്ടതായിരുന്നെന്നാണ് പറഞ്ഞല്ലേ. അപ്പോൾ തിരിച്ചു വന്നതാണ്. ആ തിരിച്ചു വന്നത് ചിലപ്പോൾ ഇതുപോലെ ഒരു സ്ഥാപനം തുടങ്ങാനും ഇതിൽ നിന്ന് ഭയങ്കരമായ വിജയത്തിലേക്ക് മുന്നോട്ട് കുതിച്ച് കയറാനുമുള്ള ഒരു തുടക്കമായിരിക്കും എന്നാണ് നമുക്ക് വിശ്വസിക്കാം അല്ലേ. അല്ലെങ്കിൽ പിന്നെ മക്കളെ എനിക്ക് എല്ലാത്തിനും നല്ല സപ്പോർട്ടാണ്. എനിക്കൊരു മോനും ഒരു മോളുമാണ് ഉള്ളത്. എൻ്റെ മരുമോളും എൻ്റെ മോളെ കെട്ടിച്ചു വിട്ടു. മോളുടെ കുഞ്ഞുങ്ങളാണ് ഇവിടെ ഉള്ളത്. മരുമോളും മോനും എൻ്റെ കൂടെയുണ്ട്. അവരൊക്കെ എനിക്ക് എല്ലാത്തിനും നല്ല സപ്പോർട്ടാണ്. എൻ്റെ മോളും നല്ല സപ്പോർട്ടാണ് എനിക്ക്. അങ്ങനെ ഞാൻ മുന്നോട്ട് പോവുകയാണ്. അപ്പം നമ്മുടെ ഈ അച്ചാറുകളെ കുറിച്ച് കൂടുതൽ പറയുവാണെങ്കിൽ ഇത് കേര അച്ചാർ ഇത് ഉണ്ടാക്കണമെങ്കിൽ എത്ര സമയം വേണം ചേച്ചി? കേരമീനൊക്കെ നമ്മൾ അന്നേരം 10 കിലോ ഒക്കെ ഉണ്ടാക്കുന്നത്. 10 കിലോ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ തലേദിവസം വെട്ടി കണ്ടിച്ച് ചെയ്യാൻ വെക്കും. അത് കഴിയുമ്പോൾ നമുക്കൊരു 2 മണിക്കൂർ മതി. 10 കിലോ അച്ചാറൊക്കെ ഉണ്ടാക്കാൻ 2 മണിക്കൂർ മതി. 2 മണിക്കൂർ. ഒരു ദിവസം എത്ര അച്ചാർ ഉണ്ടാക്കുന്നത്? ഒരു ദിവസം ഞാൻ 2 കൂട്ടം ഉണ്ടാക്കും. 2 കൂട്ടം. ഇതെല്ലാം അരിഞ്ഞ് പിറക്കി വെച്ചിട്ട് ഞാൻ 6 മണി കഴിഞ്ഞാൽ ഞാൻ കൂട്ടുള്ളൂ. അപ്പം നമുക്ക് എല്ലാ ഇതിൻ്റെ മറ്റേ അണുക്കളൊക്കെ അന്നേരം ഇതൊന്നും നമുക്ക് വ്യാപിക്കില്ല. പിന്നെ ഞാൻ ഇത് മെയിനായിട്ട് ഉണ്ടാക്കുന്നത് വെച്ചാൽ ഞാൻ നമ്മുടെ പക്കം നോക്കിയിട്ട് ഉണ്ടാക്കുകയുള്ളൂ. അങ്ങനെയുണ്ട്. നമുക്ക് ഇത് വിദേശത്തേക്കൊക്കെ പോയി വർഷങ്ങൾ ഇരിക്കേണ്ടതല്ലേ. അപ്പം ഞാൻ ഇളമ്പക്കത്തിൽ ഈ അച്ചാറുകൾ ഞാൻ അതിനുള്ള ഇട്ട് വെക്കും. നമുക്ക് ഓർഡർ അനുസരിച്ചാണ്. ആ ഇളമ്പക്ക സമയത്ത് ഞാൻ അച്ചാർ ഇടില്ല. അപ്പം ഞാൻ അതിനുള്ള നമ്മൾ ശേഖരിച്ച് വെക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നല്ല പക്കമാകുമ്പോഴത്തേനും ഞാൻ അച്ചാറുകളെല്ലാം ഉണ്ടാകാനുള്ള കൂടുതൽ ഉണ്ടാക്കി വെക്കും. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ അച്ചാർ എത്ര മാസത്തേന് നമുക്ക്? ഈ അച്ചാർ നമുക്ക് 1.5 വർഷമൊക്കെ ഇരിക്കും. അതെല്ലേ? 1.5 വർഷം. 1.5 വർഷം. നമ്മൾ നല്ലെണ്ണക്കകത്താണ്, വേറെ ഒരു എണ്ണയല്ല. ഇത് പിന്നെ ഞാൻ അച്ചാർ പൊടി ഇടില്ല. അച്ചാർ പൊടി അച്ചാറിലിടില്ല. നമ്മള് കടുകും ഉലുവയും കൂടെ പൊടിച്ചാണ് ചേർക്കുന്നത്. കടുകുല. അപ്പൊ ഇപ്പൊ ഇതിന്റെ ആ കൂട്ടാണ് കടുക് ഉലുവ അല്ലേ? കടുക് ഉലുവയും പിന്നെ എന്താ പൊടി? അല്ലാതെ പ്രത്യേകിച്ച് കാശ്മീരി മുളക് പൊടിയാണ്. മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇപ്പൊ ഈ ഒരു നമ്മൾ 1 കിലോ കേരമീനാണേലും എന്ത് അച്ചാറിനാണേലും നമ്മൾ 200 ഗ്രാം വെളുത്തുള്ളി ചേർക്കും. 200 ഗ്രാം വെളുത്തുള്ളി. അതുപോലെ തന്നെ 150 ഗ്രാം ഇഞ്ചി ചേർക്കും. എല്ലാം തൂക്കി കൃത്യം. അപ്പം നമ്മൾ 10 കിലോ ഉണ്ടാക്കും. നമ്മൾ അതനുസരിച്ച് ചെയ്താൽ മതി. ഇപ്പൊ ഒരു മുട്ടയച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാ ചേച്ചി? മുട്ടയച്ചാർ ഉണ്ടാക്കുന്ന പറഞ്ഞാൽ നമ്മളിപ്പോ കൂട്ട് പറയണ്ടല്ലോ. മുട്ടയച്ചാറിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുട്ടയുടെ മഞ്ഞ എടുക്കില്ല. മഞ്ഞ എടുക്കുകയില്ല. വെള്ള മാത്രം എടുത്ത് അത് കഴുകും. കഴുകിയിട്ട് അതിന്റെ ആ മഞ്ഞയുടെ അംശങ്ങൾ മൊത്തം നമ്മൾ കഴുകി കളയണം. അപ്പൊ ഇത് അച്ചാർ മുട്ടയാന്ന് ഒരു മനുഷ്യനും പറയില്ല. ഒരു ഉളുമ്പാട്ട ഒന്നുമില്ല. ഇത് നമുക്ക് കൂട്ടി കഴിഞ്ഞാൽ പോലും നമുക്കത് മുട്ടയാന്ന് മനസ്സിലാവില്ല. ഇത് 1 വർഷം 1.5 വർഷമൊക്കെ ഇരിക്കും. പിന്നെ ഇത് ചേച്ചി അച്ചാറൊന്നും കൂടാതെ ഇതെന്താ ഇത്? അതൊക്കെ ഉപ്പിലിട്ട സാധനങ്ങളാണ്. അത് 80 കൂട്ടം സാധനം ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം പോയി. അത് പമ്പിളി നാരങ്ങയാണ്. പമ്പിളി നാരങ്ങയാണ്. സൂപ്പറാണല്ലോ. ഇത് പേരയ്ക്ക. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അത് സൂപ്പറാ കേട്ടോ. കമ്പിളി നാരങ്ങയും കൊണ്ടൊക്കെ ഈ ഉപ്പിലിടുക എന്നൊക്കെ പറയുമ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഇതെന്താ? കാന്താരി. അത് വെള്ള കാന്താരി. പിന്നെ ബജ്ജിമുളകുണ്ട്. പിന്നെ നമുക്ക് സൂപ്പർ ചതാവേലി ഉപ്പിലിട്ട്. പിന്നെ ഇത് കണ്ടല്ലേ ആപ്പിൾ ഉപ്പിലിട്ടത്. ആപ്പിൾ ഉപ്പിലിട്ടത്. നമുക്ക് എല്ലാ ഐറ്റങ്ങളും. ഇതൊക്കെ എത്ര ദിവസം വേണേലും ഇരുന്നോളൂ. പിന്നെ നമ്മൾ പക്കം നോക്കി ഇടാവുള്ളതേ ഉള്ളൂ. ഇളമ്പക്കം നോക്കി ഈ സാധനങ്ങളെല്ലാം ഇടാവും. എല്ലാം മുളകിടും നമ്മള്. നമുക്ക് കാന്താരി ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ചേച്ചിക്ക് ലൈസൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ലൈസൻസ് ഒക്കെ ഇപ്പോൾ കാണിച്ചു തരാം. പഞ്ചായത്തിൽ നിന്ന് ലൈസൻസ് കിട്ടിയാണ് ചേച്ചി ഇത് തുടങ്ങിയിരിക്കുന്നത്. അപ്പം നമുക്ക് ആ ലൈസൻസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. മേഴ്സി ചേച്ചിയുടെ ലൈസൻസിൻ്റെ ഇതാണ്. മേഴ്സി ചേച്ചി ലൈസൻസോട് കൂടിയാണ് കേട്ടോ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നമുക്കിപ്പോൾ എവിടെ വേണമെങ്കിലും അയച്ചു തരാൻ പറ്റുമെന്നാണ് മേഴ്സി ചേച്ചി പറഞ്ഞത്. ഓർഡർ കിട്ടുന്ന അനുസരിച്ച് അയച്ചു തരും. നിങ്ങളെ ഒന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടി മേഴ്സി ചേച്ചിയുടെ ലൈസൻസ് മേഴ്സി ചേച്ചി എടുത്തുകൊണ്ട് തന്നേക്കുന്നതാണ്. ശരിക്കും നിങ്ങൾ കണ്ടോ, ധൈര്യമായിട്ട് ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങാൻ പറ്റും. നമ്മുടെ മേഴ്സി ചേച്ചി എന്തെല്ലാം ഉപ്പിലിടുന്നതെന്ന് നമ്മളോട് പറയും. 85 കൂട്ടം കാര്യങ്ങളാണ് ഉപ്പിലിടുന്നതെന്നാണ് പറഞ്ഞത്. എന്നാൽ ഓരോ നേരത്തെ നമ്മളോട് മേഴ്സി ചേച്ചി പറഞ്ഞു തരും. എന്തൊക്കെയാണ് മേഴ്സി? വാഴപ്പിണ്ടി ഉപ്പിലിടും, നെല്ലിക്ക ഉപ്പിലിടും, പിന്നെ ഉണക്കമാങ്ങ ഉപ്പിലിടും, റോസപ്പൂ ഉപ്പിലിടും, മുരിങ്ങയില, പിന്നെ നമ്മള് ചതാവേലിക്കിഴങ്ങ്, ഈ കാന്താരിപ്പഴം ഇല്ലേ, കാന്താരിപ്പഴം സൂപ്പറാണ്. പിന്നെ കപ്പളങ്ങ, ചേമ്പ്, കാച്ചില്, ഇഞ്ചി, കാച്ചില്, പിന്നെ നമ്മുടെ എന്നാ ചേമ്പ മറ്റേ
ഈ ചെറിയ കപ്പ കപ്പ ഉപ്പിലിടും. കപ്പ സൂപ്പിലും കപ്പ അതുപോലെ അച്ചാറുണ്ടാക്കിയ സൂപ്പർ സാധനം. കപ്പയും ഓമയ്ക്ക കപ്പളങ്ങ ഉപ്പിലിടും. ഉപ്പിലിടാൻ പറ്റില്ലാത്ത ഒരു സാധനവുമില്ല. പിന്നെ ചീരയില, ചീരത്തണ്ട്, ചുമലച്ചീര, പച്ചച്ചീര, വഴുതനങ്ങ, ഇന്ന് വേണ്ട കൂടുതൽ എന്ത് സാധനം വേണേലും ഉപ്പിലിടാം. അപ്പൊ ഇത്രയും കേട്ടില്ല. ഇനി 85 തുടർച്ചയായിട്ട് നോൺ വെജ് വെജ് അല്ലേ ഇപ്പൊ പറഞ്ഞത്, നോൺ വെജ് അല്ല കഴിച്ചിരുന്നത്. ഉപ്പിലിടുന്നതാ. ഉപ്പിലിടുന്ന അത് നമുക്ക് അത് ഇതുവരെ ഇട്ടിട്ടില്ല. നോൺ വെജ് ഇട്ടിട്ടില്ലേ? അത് അച്ചാറല്ലേ? അച്ചാറ് രണ്ടുപേരെ അച്ചാറ് എല്ലാ സാധനവും ഇടും. ഞണ്ട്, ചെമ്മീന്, പന്നിയിറച്ചി സൂപ്പറാ. പന്നിയിറച്ചി നല്ല, എല്ലാവരും പന്നിയിറച്ചി അച്ചാറിടില്ല, പക്ഷെ പന്നിയിറച്ചി നല്ലതാ. കക്കയിറച്ചി, മീൻ തന്നെ നമുക്ക് 30 കൂട്ടം അച്ചാറിടാം. എല്ലാ തരം മീനുകളും അച്ചാറിടാം. അതെ. ആ, എല്ലാ തരം മീനുകളും നമുക്ക് അച്ചാറിടാം. അതെ അതെ. അപ്പൊ ഇത്രയും കേട്ടില്ലേ? ഇനി ചേച്ചിയെ ബുദ്ധിമുട്ടിക്കുന്ന മോശമല്ലേ? അപ്പൊ നമുക്ക് നിർത്താം.